നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AMMA അമ്മ താരസംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ ശ്വേതാ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ശ്വേതാ മേനോൻ 2 കോടി രൂപ BJPയിൽ നിന്നും വാങ്ങിയെന്നാണ് പറഞ്ഞത്. അതായത് സ്ഥാനാർത്ഥികളെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 കോടി രൂപ വാങ്ങിയെന്നുള്ള ഒരു ആരോപണം നമ്മുടെ ബാബുരാജ് തന്നെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും നമ്മുടെ അൻസിബ ആണെങ്കിലും ഇത്തരത്തിൽ ചില മതസംഘടനകളിൽ നിന്നും പണം വാങ്ങിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നടത്തിയിരുന്നു. ആ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് നമ്മുടെ മറ്റേ സംഘടന ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി വന്നിട്ട് അൻസിബയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമമൊക്കെ അഴിച്ചുവിട്ടത്. അവസാനം ചേച്ചിയുടെ ഒരവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലേ. അമ്മ എന്ന് പറഞ്ഞ ഒരു താരസംഘടനയിൽ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം ഉണ്ട് എന്ന് ഇതിനു മുമ്പും പല പ്രഗത്ഭരായിട്ടുള്ള നടന്മാരും സംവിധായകന്മാരും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയെ സംഘിവൽക്കരിക്കുന്നു, അല്ലെ സിനിമയെ സംഘിവൽക്കരിക്കുന്നു. ഈ അടുത്ത കാലമായിട്ട് നമ്മൾ സിനിമയെ സംഘിവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പല ആളുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു നല്ലൊരു സംഘടനയെ അല്ലെങ്കിൽ ഈ ഒരു കലയെ ഇതിനെ തകർക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ ചെറിയ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തുമാരൊക്കെ ഈ ഒരു സംഘടനയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടാണ് ഇമാതിരി ഒരു പരിപാടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ശ്വേതാ മേനോനും നമ്മുടെ പിഷുവും തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണം ഇപ്പോൾ ഭയങ്കര രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായെന്നുണ്ട്. സംഭാഷണം കേൾക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പിടികിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചിയാണ് ഇതിപ്പോൾ കുളം തോണ്ടിയിരിക്കുന്നത്. കാരണം ഇതുപോലെ ഒരെണ്ണത്തിന് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് തീരും. 1 ലിറ്റർ പാലിനകത്ത് ഒരു തുള്ളി ചാണകം വീണ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോയി, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ഈ ഒരു സാധനം കേരളത്തിലെ ഈ ഒരു സംഘടനയെ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാൻ. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് സിദ്ദിഖ് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന് എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. സ്ത്രീകൾക്ക് ഒച്ചുണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. എനിക്കും എന്റെ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ. ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്, അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിന് ഒരു വിരോധവും ഇല്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിൻ്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എൻ്റെ അനുഭവമാണ്. ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിനൊരു തെളിവും കൂടിയുണ്ട്. ഒരാൾ കൂടി ആ കോൺകോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ശ്വേത എന്തേ സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടാവുകയും ഞാൻ പറഞ്ഞു ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞത് നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്.
അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തുവെന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായ അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്. അവിടെ ഒരു നോമ്പ് ക്ലിയർ ആണല്ലോ അല്ലെ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ അൻസിബയ്ക്കെതിരെ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ മാലാ പാർവതി തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സിനിമയിൽ സംഘിവൽക്കരണം തുടങ്ങിയിട്ട് കാലം കുറച്ചായി, അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, കുറച്ച് നാളായിട്ട് സിനിമയിൽ സംഘിവൽക്കരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹെഡായിട്ട് നമ്മുടെ ശ്വേതാ മേനോൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. BJPയുടെ വളരെ പ്രഗത്ഭയായിട്ട് മുതിർന്ന നേതാക്കന്മാരടക്കമാണ് ശ്വേതാ മേനോനും ഈ പൈസ ഓഫർ ചെയ്തതും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലവ്ഡോക്കി ചേച്ചി അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ 2020യുടെ ഭാഗമായിട്ട് അമ്മ സംഘടനയിൽ നിന്നും 2-3 എണ്ണം പോയായിരുന്നല്ലോ മത്സരിക്കാൻ. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് പോയിട്ടുള്ളവരാണ്. നല്ലൊരു കലയെ നശിപ്പിക്കാൻ വേണ്ടി ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നത്. സംഘികൾ എവിടെ വന്നാലും അവിടെ എല്ലാം കുഴിച്ച് കുളം തോണ്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വ്യക്തമായിട്ട് തന്നെ മാലാ പാർവതി ഇത് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.